പോട്ടാ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗിനൊക്കെ യാത്രയപ്പ് സമ്മേളനമാണ്, സമാപന സമ്മേളനം. ഫുള്ള് തിരക്കും. ഇതിനു മുമ്പത്തെ നമ്മൾ ഇത്രയും വ്ളോഗ് ഇടാതെ നമ്മള് ജീവിതത്തിൽ ഇരുന്നില്ല, വന്നതിന് ശേഷം ഇരുന്നിട്ടില്ല. അന്ന് ഒരു ദിവസം പോലും ഒഴിവുണ്ടായിരുന്നില്ല. ഗാലറി ഫുള്ളായിട്ടുണ്ട്, മെമ്മറി ഫുള്ളായിട്ടുണ്ട്, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അത് മാത്രം ആദ്യത്തെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഓട്ടം അല്ലെ. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി. പിന്നെ ഹോസ്പിറ്റലിൽ മറ്റുമ്പച്ചക്ക് ഇങ്ങനെ സുഖമില്ലാതെ ഉള്ളതുകൊണ്ടൊന്ന് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് വന്ന് ഇവിടെ ചെക്കപ്പിന് കൊണ്ടുപോകണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ മറ്റുമ്പച്ചിനെ കാണിക്കാനുണ്ടായിരുന്നു. മറ്റുമ്പച്ചിനകത്ത് ഏകദേശം ഒരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് വീട്ടിലുള്ളവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിരുന്നു. പേരൊന്നും പറയാൻ സാധിക്കില്ല, സോഷ്യൽ മീഡിയ അങ്ങനെ കൈകാര്യം ചെയ്യാതെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇഷ്ടപ്പെടാത്ത മീൻസ് അങ്ങനെ താല്പര്യമില്ല. പിന്നെ അതുകൊണ്ടാണ് ഉൾപ്പെടുത്തി ബ്ലോഗ്സ് ഒന്നും എടുക്കാതിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഒന്ന് പാലക്കാടൊക്കെ പോയല്ലോ. അതിന്റെ വിട്ടായിരുന്നോ? ഇതിനു മുമ്പ് എന്തായാലും ഇടുമല്ല. പാലക്കാട് പോയ ബ്ലോഗ് ഉണ്ട്. പിന്നെ പാലക്കാട് ദീപക്കാരനെ കണ്ടു, ഒരുപാട് സന്തോഷം. പാലക്കാട് പോയി എന്ത് സ്നേഹമല്ല ഇപ്പോഴും പുള്ളി വിളിക്കും. വൈഫിന്റെ അമ്മയൊക്കെ ഇന്നലെ അശ്വനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ചിത്രേച്ചിയുടെ അമ്മയും വിളിച്ചു. അമ്മമാര് രണ്ടുപേരും ഒഞ്ചോട് ഇഞ്ചി പോരാട്ടമല്ല, രണ്ടുപേരും. അതൊരു നല്ല ഇപ്രാവശ്യം വന്നതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രിപ്പ് തന്നെയാണ് പാലക്കാട്. ദീപക്കാട്ടിന് അവിടെ ഇല്ലുണ്ട്. ദീപക്കാട്ടിന്റെ മൈൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിള്ളേരുടെ മൈൻഡ് അത്ര എൻജോയ്മെന്റ് മനുഷ്യൻ. എന്താ പറയാ, ആ ഒരു 2 ദിവസം പോയത്, ആ ഒരു സമയം പോയത് അറിഞ്ഞിട്ട് പോലുമില്ല. അതങ്ങനെ പോയി വന്നു. പിറ്റേന്ന് പിന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നല്ലേ, അത് കഴിഞ്ഞ് പോയിട്ട് വന്നിട്ടും അങ്ങനെ കോട്ടയം പോയി. അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഫാമിലി എത്തി. പിന്നെ അവരോട് അത്യാവശ്യം അവിടെയൊക്കെ വാഗമൺ ഒന്ന് പോയി. പിന്നെ എറണാകുളം ഒന്ന് പോയി. മൂന്നാർ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പോകേണ്ട ഡേറ്റ് ആയി. അവനും പോകേണ്ട ഡേറ്റ് ആയി, എനിക്കും പോകേണ്ട ഡേറ്റ് അടുപ്പിച്ചായി. അതുകൊണ്ട് അതും ഇതായി. അപ്പം ഇങ്ങനെ ഇന്നിപ്പോൾ ദിവസം തിങ്കളാഴ്ച. അപ്പം ഇന്ന് ഞാൻ അവന് വരാൻ ഇൻവൈറ്റ് ചെയ്തത് തന്നെ എൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് കാസർഗോഡേക്ക് പോകണം. അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഫ്രണ്ടാകുമ്പോൾ പിന്നെ എൻ്റെ കൂടെ ചെറുപ്പം മുതൽ ഉള്ളതാണ്, 1ാം ക്ലാസ് മുതലുള്ള കൂട്ടുകാരനാണ്. അപ്പോൾ പിന്നെ അവൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത്രയും കണക്ഷനാണ്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, വർത്താനൊക്കെ പറഞ്ഞ ഒരു രസം. അപ്പൊ അവൻ ഈ നാടൊക്കെ അന്ന് പക്ഷെ അഫീനെ കാണാൻ വേണ്ടി അവൻ വന്നിരുന്നു. ജനിച്ചു 2 മാസം കഴിയുമ്പോഴൊക്കെ അല്ലേ, അപ്പോൾ അവൻ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് പിന്നെ അഫീനെ പിന്നെ ഈ നാട്ടിലേക്ക് വരുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ്. വൈഫും കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവര് വന്നു, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഏകദേശം ഉച്ച കഴിയുമ്പോഴേക്കും വിടും ഇവിടുന്ന്. ഫാമിലിയൊക്കെ 2 പേര് ഓടിക്കാനുള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ വിടുന്നതായിരിക്കും സുഖം. പിന്നെ വൈകുന്നേരം വരുന്ന രാത്രി അധികം ഡ്രൈവ് ചെയ്യണ്ടല്ലോ, 2 പേരുണ്ട്, അല്ലാണ്ട് മടിയൊന്നും ഉണ്ടാവില്ല ഡ്രൈവ് ചെയ്യാൻ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാണ്. പിന്നെ അടുത്ത വ്ളോഗുമായിട്ട് അടുത്തൊരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം. പിന്നെ ഇപ്രാവശ്യം നിങ്ങളൊക്കെ താടിയും മൂടിയും വെട്ടിക്കാൻ പോലും ഒരു സമയം കിട്ടാത്ത രീതിയിലുള്ള ഓട്ടമായിരുന്നു. അത്രയും ഓട്ടപ്പാച്ചിലായിരുന്നു. പിന്നെ അളിയനും ബെൻസിയും അവരും ഉണ്ടായിരുന്നു കൂടെ വാഗമണ്ണൊക്കെ. അതുകൊണ്ട് വാഗമണ്ണ് ട്രിപ്പിന് ഇരട്ടി മധുരമായി. ഭയങ്കര എൻജോയ്മെന്റ്. അളിയനും ബെൻസിയും ഉണ്ടെങ്കിൽ പ്രത്യേകതര ഒരു വൈബാപ്പാ. അവരൊക്കെ എവിടെയെങ്കിലും പോകണ്ടേ, അവരെയൊക്കെ ആദ്യം പിടിച്ച് മുമ്പിൽ ഇരുത്തിക്കണം. അത്രയും രസമാണ്. കാരണം അവര് നമ്മുടെ ആ ഒരു വേവ് ലെങ്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും, കാര്യങ്ങൾക്ക് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ. അതാണ് പ്രത്യേകിച്ച് അളിയനും ബെൻസിയും ഒന്നും പറയാനില്ല. പിന്നെ അവർക്ക് നല്ല എൻജോയ്മെന്റ്. നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് അവരെ പരമാവധി ഒരു സന്തോഷിപ്പിക്കാൻ പറ്റി. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പലർക്കും അറിയാലോ, ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ വരുമ്പോഴാണ് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യുന്നത്. പഴയ കാര്യങ്ങളും കോളേജ് ലൈഫും അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ അവനറിയാം, അവന്റെ എനിക്കറിയാം. അങ്ങനെ അതൊക്കെ കഥകളൊക്കെ പറഞ്ഞ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഒക്കെ ആ ട്രിപ്പ് അങ്ങ് അവസാനിച്ച് അവര് പിന്നെ
രാവിലെ എഴുന്നേറ്റ് സുബിയസ്കരിച്ചിട്ട് അവർ കിടന്ന് ഉറങ്ങാണ്. പിന്നെ കുറച്ച് എഴുന്നേക്കാൻ വേണ്ടി അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾക്കൊക്കെ ആയിട്ടൊന്ന് പോയതാണ്. പിന്നെന്താ, അളിയൻ ഇന്ന് ചെറിയ കലാപരിപാടി ഇന്നലെ വൈകിട്ട് ചില കലാപരിപാടികൾ വെച്ചാണ്. സമയം ഞങ്ങളെ കൂടി എത്തുമ്പോൾ 12 മണിയായി. പിന്നെ അതൊന്നും നടക്കില്ല, കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതല്ലേ രാവിലെ. പിന്നെ ഉച്ചക്കത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10-11 മണിയാകുമ്പോൾ അളിയനും വെൻസിയും കൂടെ ഒന്നും കൂടെ എത്തും. അവരും കൂടെ എത്തിയ ശേഷം ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ പോകും. പിന്നെ ഇനിയിപ്പോൾ ഡെലിവറിയുടെ ടൈമിൽ ഇൻഷാ അല്ലാഹ് വരാൻ മാക്സിമം നോക്കും, വരാനുള്ള സാധ്യത. കാരണം ഒരാളുടെ വീട് പണി കഴിഞ്ഞിട്ട് അവരും പോവാൻ നിൽക്കാണ്. ഏപ്രിൽ 21 പുള്ളിയുടെ വീടിന്റെ പെരകറിക്കൂടൽ, അങ്ങനെയല്ലേ പറയല്, നമ്മള് ഇവിടെയുള്ള ഒരു പെരകറിക്കൂടൽ എന്ന് പറയും. പിന്നെ ഹൗസ് വാമിങ് അത് 21 ഏപ്രിൽ. അപ്പൊ അത് കഴിഞ്ഞ് അവൻ വന്നതിന് ശേഷമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഗ്യാപ്പ് അവനുള്ളത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റി. ഡേറ്റ് ഏപ്രിൽ 25. പക്ഷെ അവൻ അറിയില്ലായിരുന്നു ഏപ്രിൽ ആണെന്ന്. അങ്ങനെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുന്നവരുത്തനാണ് അവൻ. ചിലപ്പോൾ ഒരു 10 ദിവസം മുന്നോട്ടോ 10 ദിവസം പുറകോട്ടാക്കിയാണ്. 10 ദിവസം മുന്നോട്ടാക്കാൻ എനിക്ക് കുറച്ച് ഉപകാരമായിരുന്നു. പിന്നെ വീടിന്റെ കാര്യമില്ല, അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ ഒരു സമയം എടുക്കാറുണ്ട്. ഞാൻ ഒന്ന് പറയാൻ, അവരുടെ അത്രയും വലിയ സ്വപ്നമല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ടിക്കറ്റ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മാസം 15-12 വരും ഇങ്ങോട്ട്, മാർച്ച്. പിന്നെ ഏപ്രിൽ അവസാനത്തോടെ എത്തുള്ളായിരിക്കും. അപ്പോഴേക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടും പോകുന്നൊരു സാഹചര്യം അപൂർവം ഉണ്ടാവുള്ളൂ. 25 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതൽ പ്രതീക്ഷിച്ചിരിക്കണല്ലോ. ഏപ്രിൽ 1 മുതൽ 21 മുതലെങ്കിലും പ്രതീക്ഷിച്ചിരിക്കണ്ടേ. അപ്പോൾ പരമാവധി നോക്കും, അത് എങ്ങനെയെങ്കിലും വരാൻ നോക്കും. പരമാവധി ഒരു 10 ദിവസം വന്നിട്ട് പോകാൻ നോക്കും. എനിക്ക് ആ ഡെലിവറി സമയത്ത് ഒരു 2 ദിവസം നിൽക്കാമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. അപ്പൊ എന്തായിട്ടും ഈ പ്രാവശ്യം ഇച്ചിരി നേരത്തെ വരാൻ കാരണം ഒന്നാമത് ബസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഡെലിവറി സമയം അടുപ്പിച്ചേ വരുള്ളായിരുന്നു. ആ സമയത്ത് ആശാനെ കൊണ്ടൊരു യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് ഈ വരവിലൊരു 15 ദിവസം ഉദ്ദേശിച്ചുള്ളൂ. അത് 20-24 ദിവസത്തേക്ക് പോയി, 1 മാസത്തേക്ക് പോയി എന്ന് തന്നെ പറയാം. 1 മാസത്തേക്കായി ഈ വരവ്. 15 ദിവസം കൊണ്ട് പെട്ടെന്ന് ചടപടെ ആക്കിയിട്ട് മടങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് വിചാരിച്ച പോലെ കാര്യങ്ങള് നമ്മളിവിടെ കളത്തിലിറങ്ങിയപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്നില്ല. അതാ പറ്റിയത്. കാസർഗോഡും കുറച്ചധികം ദിവസം പെൻഡിങ് ആയി പോയി, ഇവിടെ വന്നിട്ടും കുറച്ചധികം ദിവസം പെൻഡിങ് ആയി പോയി. അതാ പറ്റിയത്. അപ്പോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങള് വ്ളോഗ്സ് അധികം ഇട്ടില്ല, അതേ ഉള്ളൂ. പിന്നെ റീൽസ് നമ്മൾ ഒന്നിച്ച് റീൽ പോലും ചെയ്തില്ലല്ലോ. അപ്പൊ തന്നെ എനിക്ക് പോയിക്കാം. പിന്നെ ഫാസിന്റെ കൂടെ അത്യാവശ്യം 1-2 റീല് ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് 3.5 മില്യൺ റീച്ച് പോയി. നിങ്ങൾ കാണാത്തവരുണ്ട് കയറി കാണാൻ. ഞാനും പ്രവാസങ്ങളോട് ചുമ്മാ യൂട്യൂബ് ഷോർട്സിലും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലാണ് കുറച്ചധികം വ്യൂ കയറി പോയത്. നല്ല നല്ല കമന്റ്സ് ഉണ്ട്. അതിനുശേഷം ഒരു വീഡിയോ ചെയ്ത് അതിനൊരു 5 ലക്ഷം വ്യൂ അതിന് കിട്ടി. ഞാൻ പ്രവാസങ്ങളോടെ കൂടി ഇതിലെ കോംബോ അത് ഒരുപാടെണ്ണം പെൻഡിങ്ങിലുണ്ട് ചെയ്യാൻ. പക്ഷെ അവന്റെ ഒരു ടൈമിന്റെ അവൈലബിലിറ്റി, സ്കൂളിൽ പോകുന്ന ട്യൂഷൻ കാര്യങ്ങൾ, പരീക്ഷ എല്ലാം കൂടെ ആയിട്ട് അവന്റെ ഒരു ടൈമിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഞാനുണ്ടാകുമ്പോൾ അവനുണ്ടാവില്ല, ഞാനുണ്ടാവില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു 10 വീഡിയോ ഏകദേശം ഉണ്ട് മൈൻഡിൽ, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ പെട്ടെന്നുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ തന്നെ 1.5 മണിക്കൂറോളം ടൈം വേണം. ഒരു 1 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും നമുക്കതിന് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ വേണം എടുത്ത് തീർക്കണമെങ്കിൽ. ചിലത് മാത്രം ഒരു 20 മിനിറ്റിൽ കഴിയുമല്ലേ. റീൽ എടുക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഓൺ വോയിസ് ആകുമ്പോഴേ. അപ്പൊ അതിന്റെ അങ്ങനെ എന്തായാലും നല്ല ഇതായിരുന്നു, നല്ല 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 അനുഭവങ്ങൾ, നല്ല ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ എന്തായാലും. അപ്പൊ ആശനൊക്കെ പറയാനുള്ള എന്താ പറയാ, ഈ പറഞ്ഞ പോലെ തിരക്കായതുകൊണ്ടാണ് വ്ളോഗ് കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. മെമ്മറി ഫുള്ളായിട്ടുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പം ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ എന്തായാലും വീടിനകത്ത് കയറിയിരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിക്കണം. പിന്നെന്താ പറയാനുള്ളത്, ഒരുപാട് യാത്രകൾ ചെയ്തതിന്റെ കൂടെ ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റിയല്ലേ. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു. നമ്മള് ഈ വാഗമണ് കാര്യങ്ങളൊക്കെ പോയപ്പോഴേ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു. അവരെ പാലക്കാട് പോയപ്പോ കണ്ടു, ഒരുപാട് ഇന്നലെ ലുലുവിൽ നിന്നൊക്കെ ഒരുപാട് പേരെ കണ്ടല്ലേ. ഒരുപാട് പേരെ കണ്ട് സംസാരിച്ചു. സന്തോഷം. എല്ലാരും ഓരോന്നോരോന്ന് എടുത്തു ചോദിക്കും. വല്ലാത്ത സന്തോഷം. ബസ്സിന്റെ കാര്യവും
പോക്കിന്റെ കാര്യം. അഫീനൊക്കെ കാണുമ്പോ തന്നെ ദൂരത്തുനിന്നേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ദൂരത്തുനിന്നേ മനസ്സിലാവുകയാണ്. ഭയങ്കര സന്തോഷം അവരൊക്കെ വന്ന് വർത്താനം പറയുമ്പോൾ, വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ. കാരണം ഇതൊന്നും ഇല്ലാതിരുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമാണ്. അത് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് വന്ന് അടുത്ത് വന്നിട്ട് മിണ്ടുക. അത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങൾ അവരെ കുറിച്ചൊക്കെ വൈകുന്നേരം വന്നിട്ട് ആ സമയം കിട്ടുമ്പോൾ ഓരോരുത്തരെ കുറിച്ച് സംസാരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ കണ്ടവരോടെല്ലാം ഒരുപാട് നന്ദി നിങ്ങൾ വന്ന് സംസാരിച്ചതിൽ. ആ ശരി, ഇനി ചായക്കുള്ള പരിപാടി നോക്കണം. എത്ര ഇത് വേണ്ടി വരും? ഇങ്ങനത്തെ റോഡാ 2 ചിക്കൻ അത് മാത്രമേ മേടിക്കാനുള്ളൂ. ഇതിനകത്ത് ഇട്ട് വറക്കുമായിരിക്കും. എവിടെ നിന്ന് കിട്ടി വേണേ? അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി. മണലൊക്കെ ചൂടാക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മുടെ ചിക്കൻ അതിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ അളിയനാണെങ്കിൽ 2 ഫുൾ ചിക്കൻ മസാലയൊക്കെ വെച്ച് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെ വന്നപ്പോൾ അതെല്ലാം കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ ഒരു വാഴയില ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. ഇനിയിപ്പോൾ അത് നല്ല രീതിയിൽ പൊതിഞ്ഞ് കെട്ടി മറ്റേ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മണലിൻ്റെ നല്ല ചൂടായിട്ടുള്ള മണലിൻ്റെ ഇടയിലേക്ക് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്കിത് ഭയങ്കര രസമായിട്ട് എല്ലാവരോടും കൂടുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. പ്രത്യേകിച്ച് അളിയനാണ് ഇതിൻ്റെ ആള്. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും, നന്നായിട്ട് അറിയുകയും ചെയ്യാം കേട്ടോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരും ഒരു സെയിം വൈബായതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ അളിയൻ്റെ വീട്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം പിന്നെ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നെ എന്താണ് നമ്മൾ ഇങ്ങനെയല്ല, അതായത് ഈ നമ്മൾ ചിക്കൻ ഇതുപോലെ തന്നെ പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ മണലെങ്ങാണ്ട് കുഴച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ അഫീനെ ഡെലിവറി കഴിഞ്ഞ് കിടന്ന ഒരു ടൈമിലാണ്. ഇതുപോലെ തന്നെ 2 ഫുൾ ചിക്കൻ ആയിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ അന്ന് എനിക്ക് അവിടെ വീട്ടിൽ കൊണ്ടു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിൽക്കാനുള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി അളിയൻ്റെ വീട്ടിലത് സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കൊണ്ടു തരുവാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ആ ഒരു ടൈമിലാണ് അത് ചെയ്തത്. അതല്ലാതെ നമ്മൾ ഗ്രില്ല് ചെയ്യുക, ഫിഷ് ഗ്രില്ല് ചെയ്യുക, അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പകുതി നമ്മളങ്ങനെ വീഡിയോസിൽ ഇപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും നമ്മളത് വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരം ഇക്ക വന്നു കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മൾ ഒപ്പിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അളിയനാണെങ്കിൽ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. പുള്ളിക്കെല്ലാം തന്നെ അറിയാം, നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യാനും ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമുക്ക് അളിയനൊരു കാര്യമായിട്ട് അടുത്ത് തന്നെ അറിയാം. നമ്മൾ അത് പിന്നെ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അടിപൊളിയായിട്ട് ചെയ്തു തരും എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഉള്ളപ്പം നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ ഇതൊക്കെ ബെൻസിത്താണ് കേട്ടോ എനിക്ക് ഷൂട്ട് ചെയ്തത്. ഞാനപ്പം അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് മറ്റേ വള്ളിയൊക്കെ വെച്ച് കെട്ടിയതിന് ശേഷം ഈ ഒരു പേപ്പറിൽ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പം ഈ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇതൊക്കെ ഇക്ക പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ്, അപ്പോഴത്തേക്കും മണൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. എന്തായാലും സംഭവം കിടിലനായിട്ടുണ്ട്, നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം.
കുഞ്ഞു നോക്കി അതിട ഇപ്പൊ ഞാൻ വെച്ചോളൂ അതോ അല്ലടാ ആ അതല്ല ചുമ്മാ വെള്ളം അല്ല ഈ സൈഡിൽ കൂടി കൈ വേണേ ഞാൻ തുമ്പം കാട്ടുപിടി വകഞ്ഞ മാറ്റോ അതുകൂടെ വെക്കണ്ടേ അറിഞ്ഞൂടാ അത് വെക്കാനുള്ള സ്ഥലമില്ലാന്ന് എനിക്ക് തോന്നുന്നു ആയിക്കോളുന്നോ അതെവിടെ വെക്കണം അങ്ങോട്ട് സൈഡിലോട്ട് വെക്കണം ഉണ്ടോ ഉള്ള ചൂട് അതിനെ കിട്ടിക്കോളും വെയിറ്റ് കൂടുതലുണ്ടോ ഒരു ബാലൻസ് മറിക്കുന്നതിനെന്താ പ്രശ്നം ഇതിങ്ങനെ കിടക്കുവാണോ സെറ്റ് ചൂട് പിടിച്ചിനറിയാം ചൂട് പിടിച്ചിട്ടുണ്ട് ആ പാകത്തില്ലല്ലോ നമുക്കേ വിറക് ആ 4 വിറക് ആ സുബീത്ത പറഞ്ഞ ഇങ്ങോട്ടടി അടിയിലോട്ട് അകത്താണോ ആ എന്നിട്ട് നമുക്ക് ആ മറ്റേ വിറകും കൂടെ കൊടുക്കൊണ്ട് വരേണ്ടി വരും അവിടെ നിന്ന് ഈ മാസം 20 പോകും. മാർച്ച് 20 പോയി കഴിഞ്ഞാല് അടുത്ത ഏപ്രിൽ 10 ഒരു മാസം ഈ സൈഡ് എന്താ പൊറോട്ട മേടിച്ചില്ലേ മയണൈസ് അതുകൊണ്ട് മൂട് മുറിക്കും ഇതിന്റെ അടിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടല്ലേ ദേവ് കയറിയിടി ഇലയൊന്നും തൊടാൻ പറ്റില്ല പഴുത്താ നിൽക്കുന്നത് അതിന്റെ കാലിന്റെ അവിടെ നിന്ന് ഒരു കഷ്ടം കോഴി ആവാൻ നേരം വേണം. ഇത് ഗ്രേവി ഉണ്ട് എന്ത് പാടുപെട്ടുണ്ടാക്കാൻ എന്ത് പാടാണ് ചിക്കൻ വേവി ഇതില് ഞങ്ങള് ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനം അല്ല അളിയോ അളിയന്റെ പ്രിപ്പറേഷൻ ആട്ടോ മൊത്തം ഞാൻ പോകുന്നതിനെ സംബന്ധിച്ച് സന്തോഷം കൊണ്ടാണല്ലേ ഇങ്ങനത്തെ ഇതില് ഓയിലിന്റെ ഒരു അംശം പോലും ഇല്ല ഓയിലിന്റെ ഒരു അംശം പോലും ഇല്ലല്ലേ ആ ചിക്കനിൽ നിന്ന് വന്ന ഓയിൽ അല്ലാതെ വേറൊരു സാധനം ഇതിലില്ല ആ വേവ് കറക്റ്റ് ആ ഒരു അല്പം പോലും കരിയാത്ത രീതിയിൽ മോശമാവാത്ത രീതിയിൽ ആ കറക്റ്റ് സാധനം നമുക്ക് കിട്ടി ഇനി ഒന്നുകൂടെ സെറ്റ് ചെയ്യാണ്ടല്ലേ അതോടെ ആയിട്ട് നമുക്ക് ഇതിപ്പോ ടേബിളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് കഴിച്ചോട്ടെ മയോണൈസിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ചിക്കൻ
ചിക്കൻ കേട്ടോ പറയ് വലിച്ചു പറയും ദാഫിയാണ് അടുത്ത് എങ്ങനെ അത് മുക്കിയിട്ട് അങ്ങോട്ട് ഉമ്മീനെ നോക്കി പറ ഇത് പറിക്കാം എടുക്കാൻ പറ്റുന്ന ഞാൻ ടേബിളിലേക്ക് കൊണ്ട് വെച്ചേരാം മക്കളെ. അങ്ങനെ ആദ്യത്തെ ചിക്കൻ നമ്മൾ റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് സാലഡും മയണൈസൊക്കെ വേണമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടെ പത്തിരി, നമ്മൾ രാവിലെ വാങ്ങിച്ച പത്തിരി കുറേ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണ് ഇവരൊക്കെ മയണൈസും സാലഡൊക്കെ ഉണ്ടാക്കുന്ന തത്രപ്പാടിലാണ് കേട്ടോ. എല്ലാവരും കൂടെ അതിന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താ ആദ്യത്തെ ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പം കറക്റ്റ് വിശപ്പായിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ള സാധനമൊക്കെ നമ്മൾ കഴിക്കുമ്പം നല്ല വിശപ്പിൽ കഴിക്കണം, എന്നാലാണ് നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ കഴിച്ചില്ല. രണ്ടാമത്തെ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ മയണൈസും സാലഡൊക്കെ ഉണ്ടാക്കി ഇതാ റെഡി ആയിട്ടുണ്ട്. മയണൈസ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോൾ തികഞ്ഞില്ല, അതിൻ്റെ രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് എല്ലാവരും ഇതിപ്പോൾ ആദ്യത്തെ ചിക്കനാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, ബാക്കി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കവിടെ ഫ്രണ്ടും വൈഫൊക്കെ അത് കഴിച്ച് അവർ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ രണ്ടാമത്തെ ചിക്കൻ അവിടെ വേവാൻ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുടിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ചിക്കൻ റെഡിയാക്കി അളിയന്ത് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് വിശപ്പൊക്കെ ആയി. അപ്പോൾ ആദ്യത്തെ ചിക്കൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്ത് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ തന്നെ എന്താ കൊതിയാവുന്നുണ്ട്. ആ മസാലക്കൊക്കെ കിഡിലും ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. ആ ചിക്കനും മയണൈസും പത്തിരിയും സാലഡും എല്ലാം കൂടി കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് രണ്ടും ടേസ്റ്റ് ചെയ്തവർ പറഞ്ഞത് രണ്ടാമത്തെ ചിക്കനായിരുന്നു കുറച്ചുകൂടി നല്ലതെന്നാണ്. അപ്പോൾ ഒന്നുകൂടി ആ മണൽ നന്നായിട്ട് ചുട്ട് പഴുത്ത് നിൽക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയൊക്കെ അത് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കാൾ ഫ്രണ്ടും ഫാമിലിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അഭിപ്രായം പറഞ്ഞു. ആഷ്ണോന്റെ അഭിപ്രായം പറയുന്നത് അഭിപ്രായം പറയാനുള്ള സമയമില്ല. അത്രയും രണ്ടാമത്തെ സാധനം കിട്ടുമായിട്ടാ. 2 ചിക്കൻ ഞങ്ങൾ കയറ്റിയല്ലോ. രണ്ടാമത്തെ കറക്റ്റ് മണലൊക്കെ വെന്ത് പഴുത്ത് വെക്കുമ്പോഴേ വേറെ ലെവലായിട്ടാ, ഒരു രക്ഷയില്ല. ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഉണ്ടാക്കി തന്നിട്ട് എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണല്ലോ എന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാ. വിട്ടു വെക്കാന്നാ പറയണേ. പിന്നെ എന്തായാലും സംഗതി പൊളിച്ചോട്ടെ. ഇന്നത്തെ വൈബ് എന്തായാലും രസമായി. 2 പരിപ്പൂടെയും കൂടെ കഴിച്ചിട്ട് പോവാം. വെറൈറ്റി വേറെ ഉണ്ടോ അവളോട്? അധികം നോക്കണ്ട. എന്റെ ഷൂ എന്തേടി? ഷൂവും സോക്സും അത് പറഞ്ഞാൽ എല്ലാരും ഒറ്റക്കോല അവനറിയത്തില്ലേ. ഇനി ബേക്കിലൊന്നും വെക്കാനില്ല. ചൂടാണോ? ഇപ്പൊ കൊച്ചു മാത്രം ആത്മാർത്ഥം ഇല്ലല്ലോ. കരച്ചില് കൊച്ചു മാത്രം ഇല്ലല്ലോ. അർച്ചനെ നിന്നെ തിരിച്ചല്ലടാ. സീനാവും. അതുകൊണ്ടാ എന്താ മോനെ കൊണ്ടുപോകുന്നേ. ഇയാളെ കൊണ്ടോടാ. ചിരിക്കുമ്പോ ഇയാളൊന്ന് കൊണ്ടുപോകണം.
പോട്ടോ വേണ്ട ബാബി വേറെ വഴിക്കല്ല അവനെ പോന്നെ ശരി അളയും കൊണ്ടാ അളയും കൊണ്ടാവാന്നേ കൊണ്ടുപോകാന്നേ അതിന് നേരം വരെ കൊണ്ടുപോയിട്ടുണ്ട് അച്ചപ്പോ രണ്ടുപേരും കൂടി അങ്ങനെ ഇക്ക തിരിച്ച് കാസർഗോഡേക്ക് പോയിട്ടോ. എന്താണ് ആ ഒരു ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ക്ലിപ്പിങ്സ്, ഒരു വൈൻഡപ്പാണ് കേട്ടോ ഇത്. അന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടിക്കറ്റ് എടുത്തു. ചൊവ്വാഴ്ചയാണ് ഇപ്പം ഞാൻ ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, ദുബായിക്ക് തിരിച്ചു പോകാനുള്ളത്. ഇനി പോയി കഴിഞ്ഞാൽ ഡെലിവറി ടൈം ആകുമ്പോൾ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു ഉറപ്പുമില്ല. അവിടെ ആളില്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഡെലിവറി ടൈമിലുണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ April 25 ഡേറ്റ് പറഞ്ഞാലും അത് അതിന് മുമ്പ് ഒക്കെ സംഭവിക്കാമല്ലോ. നമുക്ക് ഒരിക്കലും ഇന്ന ദിവസം സംഭവിക്കും എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. പിന്നെ ആ ദിവസം കുറച്ച് ഇമോഷണലായി പോയി. ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ഒക്കെ തിരിച്ചു പോകുന്ന വീഡിയോ, റീൽസ്, ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും അങ്ങനെ നമ്മൾ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സീനൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആവാറില്ലായിരുന്നു. മീൻസ് നമ്മൾ ആ ഇറങ്ങുന്ന ടൈമിലൊന്നും അങ്ങനെ കരയിലെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നമ്മുടെ റൂം, നമ്മുടെ ബെഡ്, നമ്മുടെ കട്ടില്, നമ്മുടെ തലകണ, നമ്മുടെ പുതപ്പം, പിന്നെ അന്ന് അവർ ഇട്ടിട്ട് പോയിട്ടുള്ള ഷർട്ട്, അതിലൊക്കെ അങ്ങ് തീരും നമ്മുടെ ബാക്കി ഇമോഷൻസൊക്കെ. പക്ഷെ ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അഫി ഭയങ്കര സീനാക്കി. കഴിഞ്ഞ 2-3 പ്രാവശ്യം ആണെങ്കിലും ഇക്ക തിരിച്ച് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്. അപ്പം അഫി ഉറങ്ങുന്ന ടൈമായിരുന്നല്ലോ. അപ്പോൾ ഉറങ്ങി കിടക്കണ അഫീനെ ഉമ്മയൊക്കെ വെച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊച്ചങ്ങനെ അറിയാമല്ലോ. കൊച്ചു പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ വാപ്പി ദുബായിക്ക് പോയി എന്ന് പറയുമ്പോൾ ഓക്കെ അത്രയും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അവൻ രാവിലെയൊക്കെ ഇങ്ങനെ പോവാ, വാപ്പിന്ന് പോവാട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പക്ഷെ കറക്റ്റായി ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കും അവൻ്റെ ഹാല് മാറി. പിന്നെ ഭയങ്കര സീനായി. ഫുള്ള് കരച്ചിലായിരുന്നു. ഞാനും വരുമോ എന്നെയും കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ എല്ലാവർക്കും ആകെ ഒരു സങ്കടമായി പോയി. ഒരുമാതിരി കൂട്ടക്കരച്ചിൽ പോലെയായിരുന്നു. ഭയങ്കര വിഷമമായിട്ടോ എല്ലാവർക്കും. അവൻ്റെ ഒരു കരച്ചിൽ കണ്ടിട്ട് ആർക്കും അത് ഒരു കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇക്കാകെ അതിലപ്പുറം സങ്കടമായി. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വിളിച്ചു ചോദിക്കുമായിരുന്നു അവൻ ഓക്കെ ആയോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞിരുന്നു നിൽക്കാൻ വാപ്പി നേരെ ദുബായിക്ക് പോകുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഉപ്പ അങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട്, കുളിക്കാൻ കയറിയേക്കാന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പം മുതൽ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അവന് ഇപ്പം കുറച്ചുകൂടിയൊക്കെ അറിവ് വെച്ചപ്പോഴത്തേക്ക് എന്തായാലും അവർക്ക് അത് മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഒരു അറിയാലോ ഇനിയിപ്പോൾ പോയാൽ കുറേ നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു സംഭവം അവർക്കറിയാലോ. പിന്നെ അതുമാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ട്രിപ്പ് പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ കടയിൽ പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും തന്നെ ഒരുമിച്ചായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. നമുക്കറിയാം സംഭവം ഇതാണ് എന്തെന്നുള്ളത്. പക്ഷെ പിള്ളേർക്കെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നത് അവർക്ക് അവരുടെ മൈൻഡിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഇപ്പോഴും ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഒരു ഇത് കാണുമ്പോഴൊക്കെ അളിയനൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേക്കും അവനൊരു വിഷമമാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ ഉമ്മച്ചിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ വാപ്പ ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അത് നമുക്ക്
കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാകും. നമുക്ക് ഒരിക്കലും ഇത് സഹിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല. കൊച്ചിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോഴത്തേക്കും. അപ്പം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഈ പ്രവാസം എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും കൊച്ചുങ്ങളൊക്കെ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തായാലും നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്യണം കേട്ടോ. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ നഷ്ടം. നമ്മൾ മാത്രമാണ് അതിൽ സാക്രിഫൈസ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എല്ലാം ഓക്കെയാണ്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ പോകുന്നതും നിൽക്കുന്നതും ഒക്കെ. എന്നാൽ പോലും നമ്മൾ ശരിക്കും അതിൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. കുട്ടികളാണെങ്കിലും അവർക്കും ഈ ഒരു സമയത്താണല്ലോ ശരിക്കും അടുത്ത് വേണ്ടതൊക്കെ. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അറിയാം. എന്നാലും നമുക്കത് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞാലും. ഞാനത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനത് ക്യാമറയൊക്കെ ഓണാക്കി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയാൽ ഡെലിവറി ടൈമിൽ വരുമല്ലോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. ഇൻഷാല്ലാ വരാൻ പറ്റട്ടെ. കാരണം ആ സമയത്താണെങ്കിലും നമുക്കിവിടെ ഒക്കെ വേണമല്ലോ. അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.